തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. 144 വർഷത്തിലൊരിക്കൽ നടത്തുന്ന മഹാകുംഭമേള ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ കോടിക്കണക്കിന് ആളുകളാണ് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തിയത്. മഹാകുംഭമേള അനുഭവം പങ്കുവയ്ക്കുകയാണ് നേത്രരോഗ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ ദേവിൻ പ്രഭാകർ. സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ്, അതെല്ലാം സിസ്റ്റമാറ്റിക്. അതായത് ഒരു റോഡ് മൊത്തം ഒരു വഴിക്കാണ്, തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിൽ കൂടെ. അതുകൊണ്ടാണ് ഒരുപാട് കറങ്ങണമെന്ന് പറയുന്നത്. ഇത് ഗംഗാ നദി തന്നെയാണ്, തീരത്തന്നെ. ഇവിടെ തന്നെ സ്നാനം ചെയ്താൽ അവിടെ പോയിട്ട് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ബാഗ് എവിടെ വെക്കും, മൊബൈൽ എവിടെ വെക്കും, കാലം മുറിച്ചുകൊണ്ട് പോകത്തില്ല. ഇത് ഗംഗാന്റെ തടാകം തന്നെ. ഇവിടെ അങ്ങ് ചെയ്തുകൊണ്ടെന്നാണ് എല്ലാ പോലീസുകാരും ഒരുപോലെ ചോദിക്കുന്നത്. നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു യാത്ര. നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവെന്നാണ് പ്രയാഗ്രാജിനെ അറിയപ്പെടുന്നത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേള 140 വർഷത്തിനിടയിൽ ഒരിക്കൽ വരുന്ന കുംഭമേള. ഒരു പുരുഷായുസിൽ പോലും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല ഒരു മനുഷ്യന്. അപ്പോൾ അവിടേക്കുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു? അതൊരു പ്രൊഫഷണൽ യാത്രയായിരുന്നോ, സ്പിരിച്വൽ ആയിരുന്നോ, അതോ ടൂറിസ്റ്റ് എന്ന നിലയിലുള്ള ഒരു യാത്രയായിരുന്നോ? രാജേഷ്, ഇത് എൻ്റെ മനസ്സിൽ കുറച്ചധികം നാളായിട്ട് ഒരു തീർത്ഥാടനത്തിന് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഈ ജോലിയുടെ ഭാരം കൊണ്ടൊരു പുതിയ ആശുപത്രി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോയിരുന്നപ്പോഴാണ് മഹാകുംഭമേള. ഈ പറഞ്ഞ പോലെ 144 വർഷത്തിൽ എൻ്റെ മക്കളുടെ ആയുസിൽ പോലും ഇനി അടുത്ത ഒരെണ്ണം വരുമോ എന്ന് നമുക്ക് പറയാൻ ഒക്കാത്ത അത്രയും ദൈർഘ്യത്തിലാണ് അടുത്ത മഹാകുംഭമേള വരാൻ പോകുന്നത്. അപ്പം ഇതിനേക്കാളും പറ്റിയൊരു അവസരം കിട്ടില്ല എന്ന് മനസ്സ് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നേത്രചികിത്സാ ക്യാമ്പായിട്ടുള്ള നേത്രകുംഭം, അത് പ്രയാഗ്രാജിൽ വെച്ച് ഒരുപാട് സന്നദ്ധ സംഘടന ചേർന്ന് ഒരുക്കുന്നുണ്ടായിരുന്നു. അവിടെ 500ഓളം ഡോക്ടർമാരെ അവർ ക്ഷണിക്കുകയുണ്ടായി ആ സമയത്ത് പേഷ്യൻസിനെ നോക്കാൻ. ഒരു ദിവസം 7500 രോഗികളെയാണ് ഒരു ദിവസം അവിടെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തൊക്കെ ആസ്പെക്ട്സ് എൻ്റെ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 144 വർഷത്തിൽ മാത്രം വരുന്ന ഒരു സ്പിരിച്വൽ ജേർണി, അത് ഡെഫിനറ്റ്ലി ഏറ്റവും ആകർഷണീയമായ കാര്യം തന്നെയായിരുന്നു. രണ്ടാമത്തേത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേത്രചികിത്സാ ക്യാമ്പായ നേത്രകുംഭം, അതൊരു കർമ്മയോഗിയായിട്ട് ഞാൻ കണ്ടു. മൂന്നാമത്തേത് ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ കാണുക, പ്രയാഗ്രാജ് കാണുക, അയോധ്യ കാണുക, വാരണാസി കാണുക, ഇതെല്ലാം കൂടെ ചേർന്ന് വന്ന ഒരു യാത്രയായിരുന്നു. ഇപ്പോൾ എനിക്ക് അയോധ്യ, പ്രയാഗ്രാജ്, വാരണാസി കഴിഞ്ഞ് സാർനാഥ്, ഇവിടെ എല്ലാം കൂടെ ഒരു ട്രിപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഒരാഴ്ചത്തെ ദൈർഘ്യമുള്ളൊരു പിൽഗ്രിമേജ് ആയിരുന്നു, തീർത്ഥാടനമായിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ളൊരു യാത്ര തന്നെയായിരുന്നു ഇപ്പോൾ എനിക്ക് നടത്താൻ സാധിച്ചത്. യാത്ര എങ്ങനെയായിരുന്നു സാർ? ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള യാത്ര അവിടേക്ക് എങ്ങനെയായിരുന്നു? ഞാൻ തീർത്ഥാടനം എന്ന് പറയുമ്പോൾ പലപ്പോഴും കൂട്ടമായിട്ടാണ് ആൾക്കാർ പോകാറുള്ളത്. ഒരുപാട് കൂട്ടുകാരുടെ ബന്ധുമിത്രാരുടെ പോകാറുള്ളത്. പക്ഷെ എൻ്റെ മനസ്സിൽ വന്നത് ഒരു തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ ഒരു ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറിയാണ്. അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കുക, നമ്മൾ ഇരിക്കുന്ന വിചാരങ്ങൾ, ദൈവീത എന്നൊക്കെ കണ്ടുപിടിക്കുക. നോൺ ഡ്യുവാലിറ്റി നമ്മൾ പറയുന്ന പോലെ സനാതന ധർമ്മത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗമാണ്, ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെന്നും ഒക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് കുറച്ച് നമ്മൾ മെഡിറ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാലോ ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാലോ ഉൾക്കൊള്ളാൻ ഒക്കുമെന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പോകുന്ന വഴിക്ക് ചെറിയൊരു പനിയോ ജലദോഷമോ വയറിളക്കമോ വന്നു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാവും. പിന്നെ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോകുമ്പോൾ മൊബൈൽ ഫോണും നമ്മുടെ എല്ലാം പൈസയും നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫും യാത്രയ്ക്കുള്ള ടിക്കറ്റുകളും എല്ലാം അതിൽ തന്നെ. അപ്പോൾ ആ ഒരു മൊബൈൽ ഫോൺ മോഷണം പോയാലോ പൈസ പോയാലോ ഒക്കെ ഉള്ളൊരു ഒരുപാട് പ്രോബ്ലംസിനെ പറ്റി അവെയറായിരുന്നു. അപ്പോൾ എന്നാൽ കഴിയാത്ത രീതിയിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തു. രണ്ടാമതൊരു സ്പെയർ മൊബൈൽ, സാധാരണ രീതിയിലുള്ളൊരു സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ നമുക്ക് ഒക്കുള്ളൂ. കാര്യം നമ്മുടെ ടിക്കറ്റുകളും എല്ലാം അതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ടിക്കറ്റും പല രീതിയിലുള്ള ടിക്കറ്റുകളാണ്. കാരണം പ്രയാഗിൽ പല ട്രെയിനുകളും ബസ്സുകളും ഒക്കെ റദ്ദാക്കുന്നു. പ്രയാഗ്രാജിൽ മഹാകുംഭയുടെ സൈറ്റിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറത്താണ് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് പോകേണ്ട സൈറ്റിൽ വരെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ മാപ്പ് ഇല്ലാതെ നമുക്ക് നടന്നു ചെല്ലാനൊക്കില്ല. അപ്പം ഇതിനൊക്കെ രണ്ടാമതൊരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു വെച്ചു. അതിലും ഡേറ്റയും സിമ്മും ഒക്കെ ഇട്ടു. പൈസ 3 ഭാഗിച്ചു.
കുറച്ച് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചു. രണ്ടാമത്തേത് ഒരു ബാഗിൽ വെച്ച് കഴുത്തിൽ കൂടെ തൂക്കി ഇടുന്ന രീതിയിൽ, അതായത് പാൻറ്റിൻ്റെ മോഷണം പോയി കഴിഞ്ഞാലും ഷർട്ട് അതിൻ്റെ അകത്ത് ഒരു നമ്മുടെ ടീഷർട്ട് അതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് പിന്നെ അത് പോകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പൈസ അതിലാണ് കരുതിയത്. പിന്നെ ബാഗിലും വെച്ചു. പിന്നെ നമുക്ക് ഡോക്ടർ ആയതുകൊണ്ട് എന്തൊക്കെ അത്യാവശ്യം മരുന്നുകൾ വേണോ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് പാരസെറ്റമോള്, ബാൻഡേജ് തൊട്ടുള്ള വലിയൊരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുകയും അത് നമുക്ക് വേണ്ടി നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ താഴെ നമുക്ക് മെഡിസിൻ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കരുതിക്കൊണ്ടാണ് പോയത്. പിന്നെ ഒറ്റയ്ക്ക് ഈ നടക്കുന്നത് കൊണ്ടും പലപ്പോഴും ആൾക്കാരെ കാണാനൊക്കുന്നില്ല എന്നുള്ള വാർത്തകളും വരുന്നത് കൊണ്ട് ഞങ്ങളുടെ കുടുംബ ഗ്രൂപ്പിൽ, എൻ്റെ കുടുംബത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലൈവ് ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തു. അതായത് 8 മണിക്കൂർ പലപ്പോഴും പ്രയാഗ്രാജിൽ വെച്ച് രാത്രി 10 മണിക്ക് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 2 മണിക്ക്, അതിരാവിലെ 2 മണിക്കൊക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. അതിഭീകരമായിട്ടുള്ള തിരക്കുള്ള സ്ഥലമാണെങ്കിലും പലപ്പോഴും ചില റോഡുകൾ ബ്ലോക്ക് ആയതുകൊണ്ട് നാട്ടുവഴികളിൽ കൂടെ, കുറുക്ക് വഴികളിൽ കൂടെ ഗൂഗിൾ മാപ്പ് നോക്കി നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടാണ് ഇവിടെയൊക്കെ യാത്ര ചെയ്തത്. അപ്പം എൻ്റെ മോൻ്റെ അടുത്തും എല്ലാം പറഞ്ഞു തന്നാ ഇടയ്ക്ക് നോക്കിക്കോളാം, ഒച്ചയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെയല്ല, ഇത്രയും മുൻകരുതലാണ് എടുത്തത് ഒറ്റയ്ക്കുള്ള യാത്രയ്ക്ക്. പിന്നെ ദൈവകൃപയാൽ തിരിച്ച് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ എത്താൻ. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ നടന്നു പോകുന്നതിന് മുമ്പ് 6 കിലോമീറ്റർ മുന്നിലേ ഇറങ്ങിയപ്പോൾ അവിടുത്തെ കാഴ്ച എങ്ങനെയായിരുന്നു? നല്ല തിരക്കുണ്ടായിരുന്നോ? ബുദ്ധിമുട്ട് അതിഭീകരമായ തിരക്കായിരുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ സാക്സൺ ചരൂഹ എന്നുള്ള സ്ഥലത്താണ് ബസ്സിലാണ് പോയത്. കേരള ഗവൺമെന്റ് KSRTC പോലെ UP SRTC ബസ്സിലാണ് യാത്ര മുഴുവൻ ചെയ്തത്. ഓൺലൈൻ ബുക്കിംഗ് ഉള്ള നമ്മുടെ KSRTC ഉള്ള തന്നെ ഓൺലൈൻ സജ്ജീകരണമുണ്ട്. അപ്പം പക്ഷെ അതിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്താണ് വണ്ടി അവർ കൊണ്ട്, ഓൾമോസ്റ്റ് 8 കിലോമീറ്റർ അപ്പുറത്താണ് അവർ വണ്ടി കൊണ്ടിറക്കിയത്. അപ്പോൾ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞിരുന്ന ടാക്സി ഏജൻസി ഉണ്ടായിരുന്നു, അവർക്ക് അവിടെ എത്താൻ ഒക്കുന്നില്ല. അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ അവർ 5 മിനിറ്റ് വരെ എന്ന് പറയുന്നത് സമയം അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. എനിക്ക് 2 മണിക്ക് നേത്ര മുമ്പിൽ ഡ്യൂട്ടിക്കും കയറാനുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴാണ് ഒരു ബൈക്ക് ടാക്സിക്കാരൻ മുമ്പിൽ വരികയും ഞാൻ ഇങ്ങനെ അടുത്ത് പോകാനുണ്ട്, ഞാൻ ഡോക്ടറാണ്, നേത്രയ്ക്ക് മുമ്പുള്ള ചികിത്സാ ക്യാമ്പിൽ പോകാം, എനിക്കറിയാം സ്ഥലം, എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഞാൻ കൊണ്ടാക്കാം. അപ്പോൾ മഹാകുംഭാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എത്രയാവും? ഇല്ല, കുഴപ്പമില്ല, തന്നാൽ മതി, എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ശരി എന്നും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിൽ കയറിയിരുന്നു. ക്രൗഡാണെങ്കിലും അവിടുത്തെ അറേഞ്ച്മെന്റ്സ് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആയിരുന്നു. എല്ലാം സിസ്റ്റമാറ്റിക്. അതായത് ഒരു റോഡ് മൊത്തം ഒരു വഴിയിലേക്ക് ആളെ വിടുന്നുള്ളൂ, തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ഈ ഒരുപാട് കറങ്ങണമെന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ചുരുത്ത ഞാൻ പോലീസിൽ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് പ്രവേശനമില്ല. ഞാൻ ഇങ്ങനെ നേത്ര ചികിത്സയ്ക്ക് നേത്ര കുമ്പിന് വേണ്ടി വന്നതാണ്. അവിടുത്തെ ഡോക്ടറാണ്. ഇവിടെ ചെന്ന് ഡോക്ടറെ, ഇവിടെ എൻ്റെ SP വന്നാൽ പോലും കയറ്റി വിടണ്ടെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ അത്രത്തോളം ശുഷ്കാന്തിയോടെ നിൽക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്ട്രീം ലൈൻഡായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ ആ സ്റ്റാമ്പേഡ് നടന്നതിൽ ഒരുപാട് വിഷമം വാർത്തയുണ്ടത്, അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഞാൻ കണ്ടിടത്തൊക്കെ വളരെ സിസ്റ്റമാറ്റിക്, ഒരു റോഡ് ഒരു ഡയറക്ടറേറ്റ് മാത്രം പിടിക്കും, ഒക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും അതുപോലെ ഭക്തജനങ്ങൾക്കുള്ള അനൗൺസ്മെന്റ് മൈക്ക് സിസ്റ്റം ഇവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിലൂടെ ബൈക്കിൽ കയറി 6 കിലോമീറ്റർ അപ്പുറത്തോട്ട് എത്തി. അവിടെ എന്നെ നേരത്തെ അതിൻ്റെ മുമ്പിൽ ക്യാമ്പിൻ്റെ മുമ്പിൽ കൊണ്ടിടുകയും ചെയ്തു. അപ്പം ഇത്രയും ലക്ഷം ഞാൻ ചോദിച്ചു, എനിക്ക് തിരിച്ചു പോകുമ്പോഴും ഇവിടെയൊക്കെ പോകാനായിട്ടും ചിലപ്പോൾ സഹായം വേണ്ടി വരും. നടക്കാൻ ഞാൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് എല്ലാ ദിവസവും തിരുവനന്തപുരം സിറ്റിയിൽ ഒരു 5-6 കിലോമീറ്റർ നടന്ന് പ്രാക്ടീസ് എടുക്കുന്നുണ്ടെങ്കിലും ഈ നമുക്ക് എപ്പോഴാ ക്ഷീണവും പ്രയാസം നടന്നത് ചിലപ്പം അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നു. അപ്പം ശരി, ഞാൻ നമ്പർ സേവ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അബ്ദുള്ളാണ് പേരെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അബ്ദുളുമായിട്ട് അന്ന് അവിടെ വെച്ച് പിരിഞ്ഞു. പിന്നെ ഞാൻ അബ്ദുളിനെ വിളിക്കുന്നത് തിരിച്ചു പോകാൻ ഉള്ള സമയത്ത്. അതിനെപ്പറ്റി നമുക്ക് തിരിച്ചുള്ള യാത്രയെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി അതൊരു സംഭവ ബഹുലമായിട്ടുള്ള യാത്രയായിരുന്നു. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും നടക്കത്തില്ല എന്ന് ഉള്ളതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു ഈ യാത്രകൾ മൊത്തം. അപ്പോൾ പലപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്തും സഹോദരങ്ങളുടെ അടുത്തും ചേച്ചിമാരത്തൊക്കെ ചോദിച്ചു പറഞ്ഞത്, കാശി വിശ്വനാഥ് ഭഗവാന് കാണാൻ സമയമെങ്കിൽ അവിടെ എത്തിപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും ആ ഒരു വിശ്വാസത്തിനാണ് മുമ്പോട്ട്. എന്നാലും നമ്മൾ 2-3 ബസ് ടിക്കറ്റ്, എൻ്റെ എല്ലാം കൂടെ ഒരു 5 ടിക്കറ്റ് ബസ്സിൻ്റെത് ക്യാൻസലായി. അതായത് പോകുന്നതിന് പുറപ്പെടും ചിലപ്പോൾ 1-2 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസം മറ്റേ ദിവസവും ചില സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങളുടെ ബസ് ടിക്കറ്റ് റദ്ദാക്കി. പിന്നെ അടുത്തതിന് വേണ്ടി നമ്മളപ്പോൾ നോക്കണം. അതുകൊണ്ടാണ് 2 മൊബൈൽ സ്മാർട്ട് ഫോണൊക്കെ കരുതി വെച്ചിരുന്നത്. ഒരു 4-5 ബസ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും എല്ലാം ക്യാൻസലായി. ഒരുപാട് തടസ്സങ്ങൾ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു.
ഫുഡൊക്കെ എങ്ങനെയായിരുന്നു സാർ? ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? ഭക്ഷണം താമസം? ഭക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഒരു വയറിളക്കോ പനിയോ വന്നു കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നം തന്നെയാണ്. നേതൃത്വ ക്യാമ്പിൽ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ആഹാരമായതുകൊണ്ടും അവിടുത്തെ ഭക്ഷണത്തെ പറ്റി ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ യാത്രയിൽ ഞാൻ കഴിച്ച ഭക്ഷണം ഒന്ന് ചൂട് ചായ. ചൂട് ചായ കൊണ്ട് പിന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങൾ വരാനില്ല. പിന്നെ കണ്ടിടത്തൊക്കെ അമുലിൻ്റെ പല ഔട്ട്ലെറ്റ്സും ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് തൈര് സേഫായിട്ട് വാങ്ങിച്ച് കഴിച്ചു. കാര്യം പാക്ഡ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ അമുലിൻ്റെ തന്നെ ഇത് വരുന്ന സ്പൂൺ വെച്ച് കഴിക്കാനൊക്കുന്ന ചില സ്വീറ്റ്സ് ഉണ്ട്, അതും ഇടയ്ക്ക് വെച്ച് വാങ്ങിച്ച് കഴിച്ചു. അതല്ലാതെ ചൂടുള്ള സാധനങ്ങളാണ്, പ്രത്യേകിച്ച് പാവ് ബജി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എണ്ണയിലിട്ട് തിളപ്പിച്ചെടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അവിടെ നോൺ വെജ് ഐറ്റംസ് ഒന്നും ഈ യാത്രയിൽ ഉടനീളം ഞാൻ ആഗ്രഹിച്ചുമില്ല, കിട്ടിയതുമില്ല. ഇവിടെ നിന്ന് പുറപ്പെട്ട് അതുകൊണ്ട് തിരിച്ചു വരുന്നത് പ്യുവർ വെജിറ്റേറിയൻ ഫുഡായിരുന്നു. പിന്നെ വെജിറ്റേറിയൻ ഫുഡിൽ തന്നെ പ്രശ്നമുള്ള ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തു. പനീർ, കാര്യം പനീർ പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുള്ള ഒരു പദാർത്ഥമാണ്. പനീർ തുടങ്ങിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നും വാങ്ങിച്ചില്ല. മെയിനായിട്ട് റോട്ടി, സബ്ജി, പൊട്ടറ്റോ കറി, റോട്ടി, ഇതുപോലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കഴിച്ചത്. പിന്നെ ഈ അമുലിൻ്റെ തൈരും ചായയും ഒക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട ഭക്ഷണം. ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ വരുന്നവരെ വയറിനൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഈ ഹോസ്പിറ്റൽസ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നു സാർ ഇടയ്ക്ക് ഈ തീർത്ഥാടകർക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട്? അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് അവിടെ നടത്തിയത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗംഗാ നദി കരകവിഞ്ഞൊഴുകുന്ന സമയമാണ് നമുക്ക് മഴക്കാലം. അപ്പോൾ ഈ ഒരു കാലത്ത് ഗംഗാ നദി കുറച്ചുകൂടി ചെറുതായി, കാര്യം നമ്മൾ മഴ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഗംഗാ നദിയുടെ തീരത്ത് മണൽ പരപ്പ് ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞൊരു 3-4 മാസം കൊണ്ട് ഒരു പുതിയൊരു ഡിസ്ട്രിക്റ്റ് തന്നെ അവരുണ്ടാക്കി. അതിനവർ 10 സിറ്റി എന്ന് പറയുന്നത്. അതായത് മഴക്കാലത്ത് വെള്ളം പൊങ്ങി നദിയാകുന്ന ഭാഗത്താണ് ഈ പ്രയാഗിൻ്റെ സെക്ടർ 6 പോലുള്ള സ്ഥലങ്ങളിൽ അവർ ഹെൽത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ താമസിക്കാനുള്ള ടെൻറ്റുകൾ ഉണ്ടാക്കിയത്. അതിന് പല പല സെക്ടറായിട്ട് മാറ്റി. ഹെൽത്തിന് അവർ സെക്ടർ 6 ആണ്. അപ്പോൾ നേതൃകുംഭ, പിന്നെ അമൃതാനന്ദമയി മഠത്തിൻ്റെ ഹെൽത്തിൻ്റെ ക്യാമ്പ്, ഹോസ്പിറ്റൽ എല്ലാം സെക്ടർ 6 തന്നെയായിരുന്നു സജ്ജീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ശിവരാത്രിയുടെ അന്ന് വരെയായിരുന്നു ശിവരാത്രിയുടെ അന്നത്തെ ലാസ്റ്റ് ഡേ സ്നാനത്തിൻ്റെ അന്ന് രാത്രി ഒരു 12 മണി വരെ ഞാൻ ത്രിവേണി സംഗമത്തിലുണ്ട്. എന്നിട്ട് രാവിലെ 6 മണിക്കാണ് തിരിച്ച് പുറപ്പെടുന്നത്. 6 മണിക്ക് തിരിച്ച് പുറപ്പെട്ടപ്പോൾ ഒരു 20-30% ടെൻറ്റുകൾ അപ്പം തന്നെ നീക്കി കഴിഞ്ഞിരുന്നു. അതായത് രാത്രി 12 മണിക്ക് ഞാൻ പുറപ്പെടുന്ന 6 മണിക്ക് ഇടയ്ക്ക് തന്നെ മൊത്തം ടെൻറ്റുകൾ അവർ അഴിച്ചു തുടങ്ങി. കാരണം അടുത്ത മഴയ്ക്ക് മുമ്പ് ഇതെല്ലാം നദിയാവാൻ പോവുകയാണ്. ഈ പ്രയാഗ് സംഗമം നടന്ന ആ ഏരിയയുടെ ഒത്തുമുഖഭാഗവും അടുത്ത മഴയ്ക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ അത്രയും നല്ല സജ്ജീകരണങ്ങളാണ് അവിടെ ചെയ്തത്, കാണാനും ഒത്തത്. പിന്നെ പോലീസ് ചില പൊടിക്കൈകൾ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, അവരെ ഈ ക്രൗഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പലപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നടന്നു പോയിട്ട് പോലീസുകാരുടെ അടുത്ത് ചോദിക്കുകയാണ്, എവിടെയാണ് ത്രിവേണി സംഘം? ദാദാ ക്യോ വഹാൻ ജാ രഹാ ഹൈ? വഹാ ബഹുത് നുക്സാൻ ഹോ രഹാ, ആപ് അക്കേല ജാ രഹാ ഹൈ, ഇസ്ലിയെ യഹാം സ്നാൻ കർ ദോ. അതായത് എന്തിനാ അപ്പൂപ്പ, ഈ അപ്പൂപ്പ ദാദാ, എൻ്റെ കറക്റ്റാണ് ട്രാൻസ്ലേഷൻ കാര്യത്തിൽ, എന്തിനാ ഇതൊക്കെ അങ്ങറ്റ വരെ നടക്കുന്നത്? ഇത് ഗംഗാ നദി തന്നെയാണ്, തീരെ തന്നെ, ഇവിടെ തന്നെ സ്നാനം ചെയ്താൽ പോലെ. അവിടെ പോയിട്ട് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, ബാഗ് എവിടെ വെക്കും, മൊബൈൽ എവിടെ വെക്കും, ഇതൊക്കെ ആരും മുടിച്ചുകൊണ്ട് പോകത്തില്ല. ഇത് ഗംഗാന്റെ തടാകം തന്നെയാണ്, ഇവിടെ അങ്ങ് ചെയ്തുകൂടെ എന്നാണ് എല്ലാ പോലീസുകാരും ഒരുപോലെ ചോദിക്കുന്നത്. അപ്പം എത്രത്തോളം ആൾക്കാരെ ഏറ്റവും അടുത്തുള്ള ഘാട്ടിൽ കുളിസ്ഥലത്ത് വെച്ച് തിരിച്ച് പറഞ്ഞു വിടാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന് ഞാനൊരു പൊടിക്കൈ കണ്ടുപിടിച്ചു. ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തു. ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ട് കറക്റ്റ് ത്രിവേണി സംഗമം കണ്ടുപിടിക്കാൻ ഒക്കുന്നില്ല. അവർ കാണിക്കുന്ന ഏരിയ പോലല്ല ഞാൻ കാണുന്നതാണ്. പിന്നെയാണ് മനസ്സിലാക്കിയത്, ഗൂഗിൾ മാപ്പിൻ്റെ ടെറസ്ട്രിയൽ മാപ്പാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതായത് നമ്മുടെ ഭൂഖണ്ഡം റോഡൊക്കെ വരച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സാറ്റലൈറ്റ് മാപ്പും ഈ മാപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം ഗംഗാ തീരത്തിന് 2 വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുണ്ട്. മഴക്കാലത്ത് വലിയ നദിയും വേനൽക്കാലത്ത് ചെറിയ നദിയുമാണ്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ആ മണൽപ്പരപ്പും കൂടെ ചേർന്നുള്ളത് കൊണ്ട് അതിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കീഴിലാണ്. അങ്ങനെ ടെറസ്ട്രിയൽ മാപ്പ് ഇട്ട് കറക്റ്റായിട്ട് പ്രയാഗ് നോസ് എന്ന് പറഞ്ഞ 2 നദികളും വന്ന് ചേരുന്ന ഭാഗത്ത് നിന്ന് സ്നാനം ചെയ്യാനായിട്ട് ഒത്തു. അതിന് നമ്മുടെ ടെക്നോളജി തന്നെയാണ് സഹായിച്ചത്. കാര്യം ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ട് സാറ്റലൈറ്റ് വ്യൂ എടുത്ത്
കറക്റ്റായിട്ട് രണ്ട് നദികളും വന്ന് ചേരുന്നിടത്ത് തന്നെ ഇടാനൊത്തു. പിന്നെ നമുക്ക് പകൽ സമയത്ത് ചെയ്യുമ്പോൾ ഗംഗാ നദിയുടെയും യമുന നദിയുടെയും വെള്ളത്തിന് രണ്ട് വ്യത്യസ്തമായ നിറമാണ്. ഗംഗാ നദിക്കകത്ത് കുറച്ചുകൂടെ ഒരു കലർപ്പുള്ള നിറവും മറ്റേത് കുറച്ചുകൂടെ കാഠിന്യ നിറവും. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കാണാനും സാധിക്കും. അത് പറഞ്ഞപ്പോഴാണ് പലപ്പോഴും ആളുകൾ വെള്ളത്തിന് ഒരുപാട് അഴുക്കുണ്ടെന്ന് പറയുന്നത് കറക്റ്റാണ്. അത് അഴുക്കല്ല, വെള്ളം ഒഴുകി വരുമ്പോൾ അതിൻ്റെ അകത്തുള്ള സെഡിമെന്റ്സ് ഉണ്ട്. അതായത് മണ്ണും ഇതെല്ലാം കൂടെയാണ് ഈ ശക്തിയിൽ ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗംഗയുടെ തീരത്ത് ഇത്രയും നല്ല കൃഷിഭൂമി ഉള്ളത്. അതായത് ഈ മുകളിൽ നിന്ന് വരുന്ന ഇത് പദാർത്ഥങ്ങൾ എല്ലാമായിട്ട് ഒഴുകി വരുന്ന ഗംഗാ നദിയിൽ ഒരുപാട് മൂലകങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവിടെ ചെടികൾ തഴച്ചു വളരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ആ ഒരു പ്രദേശം മൊത്തം നല്ല രീതിയിൽ കൃഷി ഭൂമി ആക്കുന്നത് ഈ വെള്ളത്തിന്റെ കലങ്ങിയ വെള്ളത്തിന്റെ നിറവാണ്. വലിയ വിവാദമായല്ലോ സാർ. ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട്, മലിനമാണ്, കുളിക്കാൻ പാടില്ല, ചൊറി പിടിക്കും, അങ്ങനെ വലിയ വിവാദം ഉണ്ടായി. എനിക്കതിൽ വലിയ വിഷമം തോന്നിയൊരു കാര്യം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗംഗാ നദിയിൽ ഈ കോള ഇല്ല. മനുഷ്യ വിസർജ്യം ഗംഗാ നദിയായിട്ട് ഉണ്ടാക്കുന്നില്ല. മനുഷ്യനായിട്ട് നേരിട്ട് നിക്ഷേപിക്കുന്നതോ ഗംഗയിൽ, അല്ലെങ്കിൽ ഭൂമിയിലിട്ട് പൈപ്പിലൂടെ അകത്തോട്ട് വിടുന്നതേ ഉള്ളൂ. അപ്പൊ ആരാണ് ഗംഗയെ മലിനീകരിച്ചത്? ഗംഗ ഒരിക്കലും മലിനമല്ലായിരുന്നു. ഈ പറയുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഗംഗയിലോട്ട് നേരിട്ടോ അല്ലെങ്കിൽ ട്യൂബുകളിൽ കൂടെയോ ഈ മലിനജലം ഇടുന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നോക്കാം, ആക്കുളം കായൽ. എത്ര പേരാണ് വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കറക്റ്റായിട്ട് ആക്കുളം കാലത്തിൽ വിടുന്നത്? അപ്പോൾ സർക്കാരിനെയോ ബാക്കി ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സർക്കാർ എങ്ങനെയാണ് ഒരു ചെറിയൊരു കൊള്ളം നമ്മുടെ വീട്ടിൽ താഴെ കൂടി ഇട്ട് നേരെ ആക്കുളം കായലിലാണെങ്കിൽ ഗംഗയിലാണെങ്കിൽ ഇട്ടാൽ കണ്ടുപിടിക്കാൻ നോക്കുന്നത്? ഇത് ഇത്രയും മലിനമാക്കിയിട്ട് ഇതിനകത്തെല്ലാം ഈ കോളയുണ്ടെങ്കിൽ കുളിക്കണമെന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ആൾക്കാരെ ബോധവൽക്കരിക്കുക. ഈ കോള നമ്മുടെ മനുഷ്യന്റെ വിസർജ്യത്തിൽ ഈ കോള ഉണ്ടെന്നും അത് നമ്മൾ ഉള്ളിൽ ചെന്നൊക്കെ അസുഖം വരുമെന്നും അതിന് തടയാനുള്ള എഡ്യൂക്കേഷൻ. ഇപ്പം ഞാൻ ഇപ്രാവശ്യം പോയി അവിടെ ബലിയിട്ടപ്പോൾ പിണ്ടം വെള്ളത്തിലിടാനും അതിലുപയോഗിച്ച ഗ്ലാസ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു മാലിന്യ കൂമ്പാരത്തിൽ ഇടാനുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. ഒരാൾ പോലും ഇത്രയും പേര് ബലിയിട്ടിട്ട് ഒരു പ്ലേറ്റോ ഒരു ഇലയോ ഒരു ഗ്ലാസോ പോലും വെള്ളത്തിൽ പോയിട്ടില്ല. പിണ്ടവും പൂവും അല്ലാതെ ആരും അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇടുന്നില്ല. അത്രയും വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഗംഗാമ്മ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പം അമ്മയെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു അതുപോലെ ഇപ്പൊ ആ ഒരു ചിന്ത മാറി വരുന്നുണ്ട്. അതുകൊണ്ട് 100% എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ ഈ കോള ഉള്ളതിന്റെ 10-1 ഇത് താമസിയാതെ പറയും. കാരണം അത്രത്തോളം അവിടെയുള്ള ആൾക്കാർക്ക് ബോധവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. കാര്യം നമ്മുടെ നദികളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം. ബലിയിട്ട് കഴിഞ്ഞാൽ ആ പേപ്പർ കപ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം, അതിൻ്റെ ഇല നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. വെള്ളത്തിൽ പോയാൽ പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ. വളരെ ഒരു വലിയ സന്ദേശം. പിന്നെ ഞാൻ സരയൂ നദിയുടെ തടാകത്തിലൂടെ എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 കിലോമീറ്ററോളം ഞാൻ വെള്ളത്തിൽ കൂടെ നടന്നു. ഒരു 6 കിലോമീറ്റർ ഗംഗയുടെ തീരത്തൂടെയും ഒരു 6 കിലോമീറ്റർ യമുനയുടെ തീരത്തൂടെയും നടന്നു. ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും ഞാൻ വെള്ളത്തിൽ കണ്ടിട്ടില്ല. ഇത് വെറുതെ പറയണല്ല, ഒറ്റ പ്ലാസ്റ്റിക് കുപ്പി പോലും ഈ സരയൂ നദിയിലോ ഈ കിലോമീറ്ററോടെ നടന്ന ഗംഗാ നദിയുടെ തീരത്തോ യമുനയിലോ കണ്ടിട്ടില്ല. അത് എല്ലാ മണിക്കൂറിലും അതിൻ്റെ വീഡിയോ ഇന്ത്യയിലുണ്ട്. കാര്യം വളരെ എനിക്ക് അതിശയമുണ്ട്. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഇരുന്നപ്പോൾ തന്നെ എല്ലാം അവരെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പബ്ലിക് ടോയ്ലറ്റ്സ്, ഞാൻ ഈ 6-7 കിലോമീറ്റർ നടന്നപ്പോൾ പബ്ലിക് ടോയ്ലറ്റ് 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ KSRTC ബസ് സ്റ്റാൻഡിലെ പബ്ലിക് ടോയ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ എനിക്കറിയത്തില്ല എത്രത്തോളം പേർക്ക് യൂസ് ചെയ്യാനൊക്കെ. പക്ഷെ അവിടെ പ്രയാഗ്രാജിൽ ഞാൻ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടി വന്നു, യൂസ് ചെയ്യുകയും ചെയ്തു. അതുപോലത്തുള്ള സജ്ജീകരണമൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ഒക്കെ ആയിരുന്നു അല്ലേ? പ്രതീക്ഷിച്ചതിനേക്കാളും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ ഒത്ത ടോയ്ലറ്റ് തന്നെയാണ് കണ്ടത്. അതിൻ്റെ ഫോട്ടോ ഉണ്ട്, ഫോട്ടോ നമുക്ക് ചാനലിൽ കാണിക്കാൻ ഒക്കെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഇത് തന്നെയായിരുന്നു. യാത്രകൾ എന്ന് പറഞ്ഞാൽ കാഴ്ച കാണൽ കൂടിയാണല്ലോ സാർ. അതെ, ആ അനുഭവങ്ങൾ കൂടിയാണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ആ പ്രയാഗ്രാജിലേക്കുള്ള മഹാകുംഭമേളയുടെ ആ സ്ഥലത്തേക്കുള്ള യാത്ര? ആ 6 കിലോമീറ്റർ യാത്ര എങ്ങനെയായിരുന്നു? എന്തൊക്കെ കാഴ്ചകളാണ്, എന്തൊക്കെ അനുഭവങ്ങളാണ്, ജീവിതങ്ങളാണ്? നോർത്ത് ഇന്ത്യയിലുള്ള ഇടനോളം കാണുന്ന കാഴ്ചകൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പച്ചപ്പ് വളരെ കുറവാണ്. കേരളത്തിന്റെ മനോഹരിത വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല എന്നുള്ളത് പരാമാർത്ഥമാണ്. പൊടി കാറ്റും
പച്ചപ്പ് വളരെ കുറവുമായിട്ടുള്ള പ്രദേശം തന്നെയാണ് ഉത്തർപ്രദേശിലുള്ള പല ഭാഗങ്ങളും. കേരളത്തിലെ പോലെ അത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന പോലുള്ള ഒരു അന്തരീക്ഷം അവിടെയില്ല. കാരണം നമ്മുടെ നാട്ടിൻ്റെ ഭംഗി, മഴ, പച്ചപ്പ്, പുൽത്തകിടികൾ, നമ്മളിവിടെയൊക്കെ വെറുതെ തരിശു ഭൂമി ഒന്നും കിടക്കുന്നില്ല. അവിടെയൊക്കെ കുറേ തരിശു ഭൂമിയും മണലും, അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിപടലങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും മാസ്ക് വെച്ചാണ് പലപ്പോഴും നടന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്ഷേത്രം നഗരിയിലൊക്കെ പോകുമ്പോൾ ഏറ്റവും ജനസാന്ദ്രത തന്നെയായിരുന്നു. ഈവൻ വാരണാസി പോലും ശിവരാത്രിയുടെ അന്ന് 10 മണിക്കൂറായിരുന്നു വെയിറ്റിംഗ് ക്യൂ. കാശി ഭഗവാനെ കാണാനായിട്ട് 10-12 മണിക്കൂർ ആളുകൾ നിന്ന് ക്യൂവിലിരുന്നാണ് ഭഗവാന്റെ ദർശനം കിട്ടിയിട്ടുള്ളത്. അപ്പം അത്രത്തോളം ഒരു ജനസാന്ദ്രത ഉള്ള ഒരു പ്രദേശമായിരുന്നു. പിന്നെ അമ്പലങ്ങൾ പോകുന്ന വഴി, പിന്നെ ഗംഗാതീരമൊക്കെ അതിമനോഹരമായിരുന്നു. പക്ഷേ നമ്മുടെ ഭൂമി ആയിട്ട് എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ രമണീയത ഒരിടത്തും കണ്ടില്ല. ഒരു കർമ്മയോഗം കൂടിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ സാർ, എങ്ങനെയായിരുന്നു ആ ചികിത്സാനുഭവം അവിടെ? വളരെ ബൃഹത്തായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നേത്രകുമ്പിന്റെ ഓർഗനൈസേഴ്സ് ചെയ്തിരുന്നത്. 500 ഡോക്ടർമാർ, 5 ലക്ഷം പേഷ്യൻസ്, 50 ദിവസം, ഇങ്ങനെയായിരുന്നു അവരുടെ കണക്ക്. അതിൽ കേരളത്തിൽ നിന്ന് ഒരു 10-20 ഡോക്ടർമാർ ഒരു സംഘമായിട്ട് പോയിരുന്നു. അന്ന് എനിക്ക് എൻ്റെ ആശുപത്രി NABH ഞാൻ അവരുടെ കൂടെ പേര് രജിസ്റ്റർ ചെയ്തതായിരുന്നു. അപ്പം അന്നേ ദിവസം എൻ്റെ ആശുപത്രി NABH ഇൻസ്പെക്ഷനോട് എനിക്ക് പോകാൻ സാധിച്ചു. അന്നേ മനസ്സിലൊരു വിഷമമായിരുന്നു, പോകാൻ ഒത്തില്ല. 2019 രജിസ്റ്റർ ചെയ്ത് എനിക്ക് പോകാൻ ഒത്തില്ല. അതാ പറയുന്നത്, ദൈവം വിളിച്ചാലേ നമുക്ക് പോകാൻ ഒക്കൂ എന്നുള്ളത്. 2019 രജിസ്റ്റർ ചെയ്തിട്ട് പോകാൻ ഒത്തില്ല. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കോവിഡ് കാലത്ത് പിന്നെ യാത്ര പ്രയാസമായി. പിന്നെ 2025 മൂന്നാമത്തെ തവണ പോകണമെന്ന് ആഗ്രഹിച്ച് പേര് കൊടുത്തിരുന്നപ്പോഴാണ് അതേ ദിവസം NABH ആശുപത്രി നിന്ന് മാറ്റിവെക്കേണ്ടി വന്നത്. എന്നാൽ പിന്നെ പോകണ്ട എന്നൊരു തീരുമാനത്തിലിരിക്കുക. അപ്പോഴാണ് എന്തോ ഒരു ഉൾവിളി പോലെ പോകണമെന്ന് തോന്നുകയും ഒരു ദിവസം ഒരു ഞായറാഴ്ച ഇരുന്ന് ടിക്കറ്റ് നോക്കി ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തതിന് ശേഷമാണ് കുടുംബക്കാരുടെ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും അങ്ങനെ അതങ്ങ് നടന്നു. ദർശനം എന്തായിരുന്നു സാർ? എങ്ങനെയായിരുന്നു ആ അനുഭവം? ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും പ്രയാസങ്ങൾ നേരിട്ട് ഒരു ദർശനം, അപ്പൊ മനസ്സിലൂടെ എന്തൊക്കെയാ കടന്നുപോയി? ദർശനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അയോധ്യയിലുള്ള രാംലല്ല ക്ഷേത്രത്തിൽ ദർശനം, ത്രിവേണിയിൽ ദർശനമല്ല, സ്നാനം നമ്മൾ അവിടെ ചെയ്യുന്നു. പിന്നെ കാശി പോയിട്ടുള്ള പ്രാർത്ഥന. ഞാൻ അയോധ്യ ക്ഷേത്രത്തിൽ സമയമുള്ളതുകൊണ്ട് എന്തായാലും തൊഴാനൊക്കും എന്നുള്ള ധാരണയാണ്. എന്നാലും നമുക്ക് എൻ്റെ സുഖദർശനത്തിൻ്റെ പാസ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഈ ഭീകരമായ റഷ്യ. എന്നാലും ദൈവം അനുഗ്രഹിച്ച് പെട്ടെന്ന് ദർശനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് ഒരുപാട് പേരുടെ സഹകരണം. എന്നെ കണ്ടപ്പോൾ യാത്രാ ക്ഷീണം തോന്നിയത് കൊണ്ടാണോ അതോ എന്തെങ്കിലും സ്നേഹബുദ്ധി കൊണ്ട് അത് എൻ്റെ ബാഗൊക്കെ വെക്കാൻ സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. അയോധ്യ ക്ഷേത്രത്തിലും പോലീസ് ഔട്ട് പോസ്റ്റിലും ഞാൻ ഇങ്ങനെ നിന്ന് പ്രയാസപ്പെടുന്ന കണ്ടപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് എൻ്റെ ബാഗ് വെച്ചിട്ട് പോയത്. കാര്യം ബാഗ് വെക്കാൻ വേറെ ലോക്കർ കുറച്ചധികം ദൂരത്തായിരുന്നു. അപ്പോൾ മൊബൈൽ വെക്കാനുള്ള ലോക്കർ അടുത്തുണ്ടെങ്കിൽ ഇപ്പം ബാഗ് ഞാൻ ഓപ്പൺ ഗ്രൗണ്ടിൽ പോലീസ് സ്റ്റേഷനല്ല ഔട്ട് പോസ്റ്റ് വെച്ചാണ് പോകാനൊത്തത്. രാമക്ഷേത്രം കണ്ട ദർശനം നടത്തിയ വലിയൊരു പുണ്യമായിട്ട് കരുതുന്നു. വളരെ ഇപ്പം നമ്മുടെ എൻ്റെയൊക്കെ മക്കളുടെ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് വൈബുള്ള, അതുപോലെ ഒരു മാനവീയം തെരുവിൽ എന്തിനു മുഴുവൻ ചോദിച്ചാൽ ഭയങ്കര വൈബാണ്. വാക്കിന് എന്താണ് അർത്ഥം എന്നറിയത്തില്ല എങ്കിലും വാക്കിൽ തന്നെ അതിൻ്റെ ഒരു വികാരമുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു വൈബായിരുന്നു ക്ഷേത്രത്തിൽ. അവിടെയും നല്ല രീതിയിൽ ഭഗവാനെ തൊഴാനും സൈഡിലുള്ള സുഖം ദർശനത്തിലുള്ള ക്യൂവിൽ നിന്നാണ് തൊഴാനൊക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം നേരം നിന്ന് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായി. നേരിട്ട് പോകുന്നത് പൂജകൾക്കുള്ള വഴി സൈഡിലാണ് സുഖദർശന. പക്ഷെ അവിടെ കുറച്ച് മാറി നിന്നാൽ തൊട്ട് തന്നെ നമുക്ക് കാണാൻ പോകും. അപ്പോൾ ഒരു ധൃതിയില്ല, ഒരുപാട് സമയം ഉള്ളത് കൊണ്ട് പുറകോട്ട് മാറി നിന്ന് ആർക്കും ഒരു തടസ്സം ഇല്ലാത്ത രീതിയിൽ ഒരു 5-6 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും. പിന്നെ ആരും എന്നെ തള്ളി മാറ്റിയില്ല, കാര്യം ഞാൻ ആർക്കും ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല. ഭഗവാനെ കാണാനും ഒക്കും, അതേസമയം കുറച്ച് മാറിയിട്ട് വന്നു. അങ്ങനെ കുറച്ചധികം നേരം അവിടെ നിന്ന് ദർശനം എടുക്കാനും പിന്നെ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി പ്രാർത്ഥിച്ച് അതൊരു നല്ലൊരു അനുഭവമായിട്ട് തോന്നി. പക്ഷെ കാശി ദർശനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു ദർശനം അല്ല. കാര്യം 10 മണിക്കൂർ ക്യൂ എന്നൊക്കെ പറയുമ്പോൾ അത് നിൽക്കാനായിട്ടുള്ള ഒന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ക്യൂ നിൽക്കുമ്പം ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാനോ കൂടെ സഹായിക്കാൻ ആരുമില്ല.
അപ്പം അതൊരു വലിയൊരു ഘടകം. അപ്പം പോകാൻ ഒക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. അതും ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അവിടെ വെച്ച് ഒരു നല്ല ഒരു മനുഷ്യനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയും ദർശനം ശരിയാക്കി തരാമെന്ന് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് ചെയ്തു തരാമെന്ന് പറയുകയും അത് വളരെ സുഖമായി നടക്കാനും ഒത്തു. അതും കാശി ഭഗവാന്റെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ അധികം നേരം തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രസാദമായി കിട്ടിയ രാവിലെ ഭഗവാൻ അണിയിച്ച മാല പ്രസാദമായിട്ട് തരികയായിരുന്നു. അതും തിരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ, അമ്മയ്ക്ക് രണ്ടമ്മമാർക്കും, എൻ്റെ അമ്മയ്ക്കും കവിതയുടെ അമ്മയ്ക്കും കൊടുക്കാനായിട്ട് 2 മാല കിട്ടി. അപ്പം അത് കഴിഞ്ഞ് ഗംഗയിൽ നിന്ന് നേരിട്ട് കാശി ക്ഷേത്രത്തിൽ വരുന്ന ഒരു ശങ്കരാചാര്യ ചൗക്ക് നരേന്ദ്രമോദി അദ്ദേഹം അപ്പം ആ ഒരു ചൗക്കും എല്ലാം കാണിച്ചു വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കാൽഭൈരേശ്വർ ടെമ്പിളിലും അവിടെയും ഇദ്ദേഹം തന്നെ സഹായിക്കുകയും അപ്പോൾ ശ്രീകോവിലിൻ്റെ അകത്തിരുന്ന് പൂജയുടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി. അവിടെ ചെന്നിരുന്നപ്പോഴും പൊതുജനം മുമ്പിലായതുകൊണ്ട് ഞാൻ സൈഡിലായതുകൊണ്ട് ആർക്കും ഒരു തടസ്സവും ഇല്ലാത്തത് കൊണ്ട് അധികം നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടി. കാര്യം ഞാൻ അവരുടെ ദർശനത്തിന് ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല. വിഗ്രഹത്തിൻ്റെ തൊട്ട് സൈഡിലാണെങ്കിലും മെയിൻ വാതിൻ്റെ സൈഡിലാണ്, അവിടെ നിന്ന് കുറച്ചധികം നേരം പ്രാർത്ഥിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് കഴിഞ്ഞത് കൊണ്ട് സമയം ബാക്കി കിട്ടിയത് കൊണ്ട് നേരെ അവിടുന്ന് സാരനാഥിൽ പോയി. സാരനാഥിൽ ബുദ്ധൻ ആദ്യമായി പ്രഭാഷണം നടത്തിയ ബോധ്ഗയയിലാണ് ആദ്യമായിട്ട് പ്രഭാഷണം നടത്തിയ പീപ്പിൾ ട്രീ, അതിൻ്റെ താഴത്തെ അതിൻ്റെ പിന്തുണമിലുള്ള മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു അരമണിക്കൂറോളം പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യവും. അതുകൊണ്ട് ദർശനം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നതിനപ്പുറത്ത് ഉള്ള ദർശനം. അപ്പോഴാണ് പോകുന്ന വഴിക്ക് എല്ലാം കേട്ടിട്ടുള്ള ദൈവം ആഗ്രഹിച്ചാൽ എത്തുമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലായി. സാർ, ഒരു തീർത്ഥയാത്ര എന്ന് പറഞ്ഞൊരു മനസ്സിന്റെ പ്യൂരിഫിക്കേഷൻ കൂടെയാണ്. മറ്റൊരാളായിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. അതാണല്ലോ അതിന്റെ ഒരു ലക്ഷ്യവും. അങ്ങനെ ആവണമല്ലോ. ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി എന്നാണ് എന്റെ ഡയറിയിൽ. അതായത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ വലിയ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമായിട്ടുള്ള വലിയൊരു വലുതെന്ന് പറയുന്നത് 10-15 പോയിന്റുള്ള ഒരു ലിസ്റ്റാണ്. പലതുമൊക്കെ ദൈവകൃപയാൽ നടന്നു കിട്ടിയാൽ ഒന്ന് ഒരു ആത്മീയാത്ര, ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി ആയിരുന്നു. അത് 5-6 വർഷം മുമ്പ് എഴുതി വെച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു യാത്ര, നമ്മുടെ ബലഹീനതകളും, അതായത് നമുക്ക് ചിലപ്പോൾ തറയിൽ കിടന്നുറങ്ങാനൊക്കണമെന്ന് ഒക്കില്ല, നടുവേദന കാരണമാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ടോയ്ലറ്റ് ആയിരിക്കാം പ്രശ്നം. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള അവസരം, ഞാൻ ഇവിടെ 10-15 കിലോമീറ്റർ നടന്ന് രക്ഷിച്ചെങ്കിലും അവിടെ ഒരു ചെറിയൊരു മുറിവ് കാലിൽ പറ്റിയാൽ അല്ലെങ്കിൽ ഒരു മുള്ള കാലിൽ കയറിയാൽ തീർന്നു. അപ്പം ആ ഒരു ആസ്പെക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചോദ്യത്തിലുള്ള ഉത്തരം ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ബുക്കുകൾ വായിക്കുന്ന കിൻഡിലാണ്, ആമസോൺ കിൻഡിലാണ്, മൊബൈലിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ വായിക്കുന്ന ബുക്കുകളൊക്കെ തന്നെ ഞാൻ അണ്ടർലൈൻ ചെയ്താൽ വായിക്കുന്നത്, അതിൽ തന്നെ ഹൈലൈറ്റ്. അപ്പം ഞാൻ ഇതുവരെ വായിക്കുന്ന എല്ലാ ബുക്കുകളും ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയ തിരിച്ചു വന്നതിൻ്റെ ഇടവേളയ്ക്കകത്ത് ഞാൻ എല്ലാം എൻ്റെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകളെല്ലാം വായിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആയിട്ടുള്ള പല ബുക്കുകളും മിക്കവാറുമൊക്കെ ടിബറ്റൻ ബുദ്ധിസത്തിനെ പറ്റിയിട്ടും കമ്പാഷനെ പറ്റിയിട്ടും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളും മഹാഭാരതവും ഉപനിഷത്തും ഒക്കെയാണ് പൊതുവെ വായിക്കാറുള്ളത്. എൻ്റെ കൂടെ നമ്മുടെ ബൈബിളും കുറച്ചധികം വായിച്ചിട്ടുണ്ട്. ഖുറാൻ്റെ മൊത്തം വായിച്ചിട്ടില്ല, അതിൻ്റെ പ്രസക്തമായ പല ഭാഗങ്ങളും വായിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു സമ്മറി. അപ്പോൾ എല്ലാം ഒന്നുകൂടെ ആലോചിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ ഉടനീളം മനസ്സിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ്, ഗായത്രി മന്ത്രമാണെങ്കിലും ഫോമാണെങ്കിലും എല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. തിരിച്ചു വരവ് എങ്ങനെയായിരുന്നു സാർ? അവിടുന്ന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്? പ്രയാഗിൽ നിന്നുള്ള തിരിച്ചു വരവായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. കാര്യം ശിവരാത്രിക്കായിരുന്നു ഏറ്റവും ജനതിരക്കുള്ളത്. അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എൻ്റെ കോൺടാക്ട് ഉണ്ടായിരുന്ന അബ്ദുളിന്റെ ബൈക്ക് ടാക്സി, അവരുടെ നമ്പർ ഞാൻ വാങ്ങി. അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു അല്ലേ? ഒരുപാട് തിരക്കെന്ന് പറയാനായിട്ടില്ല. പക്ഷെ പ്രശ്നം എന്നുള്ളത് യാത്രാ മാർഗം പലതും തടസ്സമായിരുന്നു. പല റോഡുകളും തുറന്നിട്ടില്ല, പല തീവണ്ടികളും തിരിച്ച് യാത്ര പുറപ്പെട്ടു തുടങ്ങില്ല, ബസ്സുകളില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കുറച്ചധികം ഉണ്ടായിരുന്നു. യാത്രാ തിരക്ക് ശിവരാത്രിയുടെ അന്ന്
പ്രയാഗിൽ നിന്ന് വിട്ട മിക്കവരും നേരെ പോകുന്നത് കാശിയിലോട്ടാണ്, അല്ലെങ്കിൽ അയോധ്യയിലോട്ടാണ്. അപ്പം കാശിയിൽ ഏറ്റവും തിരക്കുള്ള ശിവരാത്രിയിൽ ഞാൻ പ്രയാഗിൽ നിന്ന് പുറപ്പെടുന്നത് ഏറ്റവും തിരക്കുള്ള വാരണാസിയിലോട്ടാണ്. അതുകൊണ്ട് യാത്രയിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ടി വിയിൽ കാണുമ്പോഴുള്ള തിരക്ക് നമ്മുടെ തിരക്കിൻ്റെ അകത്ത് ആയി കഴിയുമ്പോൾ സാധാരണഗതിയിൽ അത്യാവശ്യ സ്ഥലം കാണും. നമ്മൾ സൂക്ഷിച്ച് നടന്നു പോവുക. ആരെങ്കിലുമൊക്കെ തള്ളി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അപകടമാണ് എന്നുള്ള മനസ്സിലാക്കുക. ആൾക്കാരിൽ നിന്ന് കുറച്ചെങ്കിലും അകലം പാലിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിലുള്ള പേഴ്സ്, മൊബൈലൊക്കെ വളരെ ശ്രദ്ധിച്ച് വെച്ചേക്കാം, മോഷണം പോകാതിരിക്കാനായിട്ട്. പിന്നെ ഒരുപാട് തള്ളുള്ളിടത്ത് പോകാതിരിക്കും. ഇപ്പം നമ്മൾ പലപ്പോഴും അപകടം പറ്റുന്നത്, നമ്മൾ വായിച്ചിട്ടുണ്ട്, സ്കൂൾ കുട്ടികൾ ബോട്ടിൽ പോകുമ്പോൾ പെട്ടെന്ന് സൈഡിലൊരു കുരങ്ങനെ കാണാൻ എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ വള്ളം മറിയും. ഇതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ അവിടെ ഇത് കാണുന്നു പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചിരുമ്പോൾ നമ്മൾ കൂടെ ചെന്നാൽ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള സഡൻ ക്രൗഡ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ദൃശ്യം അപ്പം തന്നെ കാണുന്ന ആഗ്രഹം കാണുമ്പോൾ പലപ്പോഴും ഈ സ്റ്റാമ്പേഡും പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒക്കുന്നത് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു കാര്യങ്ങൾ അങ്ങോട്ട് ആ കൂട്ടത്തിന് കൂടെ പോകാതിരിക്കും. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് മാറുന്നത്. ദർശനത്തെ പറ്റി പറഞ്ഞപ്പോൾ ഏറ്റവും മുമ്പിൽ നിന്ന് തന്നെ ദർശനം നടത്തണം എന്നുള്ളപ്പോഴാണ് പലപ്പോഴും മുമ്പും തള്ളുന്നത്. ചിലപ്പോൾ കുറച്ചൊന്ന് മാറി നിന്നല്ല, അത്രത്തോളം കിട്ടത്തില്ല എങ്കിലും അത്യാവശ്യം ദർശനം കിട്ടാൻ സൗകര്യമുള്ള ഞാൻ ആക്ച്വലി ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തു. ഗംഗാ നദിയിൽ ശിവരാത്രി വന്ന് സ്നാനം ചെയ്യുമ്പോൾ എൻ്റെ ചുറ്റും ആരുമില്ലായിരുന്നു. കാര്യം നമ്മൾ വന്ന് ചേരുന്ന പോയിന്റിൽ പലപ്പോഴും നല്ല റഷ് കാണും, തിരിച്ചു പോകുന്ന പോയിന്റിലും നല്ല റഷ് കാണും. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ റഷ് കുറവുള്ള സ്ഥലങ്ങൾ കാണും. അവര് ഗംഗാ നദിയിൽ ബോയ് എന്ന് പറയുന്ന പൊങ്ങിക്കിടക്കുന്ന ഇത് കെട്ടിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ചില സ്ഥലങ്ങൾ കുറച്ചുകൂടെ നീളം കാണും. അപ്പം അങ്ങനൊരു സ്ഥലം തിരഞ്ഞെടുത്തിട്ടാണ്, ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഉടുപ്പും ഞാനൊരു ബാക്ക് പാക്കിലാക്കി തോളിലിട്ട് അതിന് വാട്ടർ പ്രൂഫ് ആക്കിയിട്ടാണ് സ്നാനം ചെയ്യാനായിട്ട് ആ സമയത്ത് മാത്രം ബാഗിനെ മാറ്റി വെച്ച് മൊബൈലിനെ വാട്ടർ പ്രൂഫ് കവറിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തിരക്ക് നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ പറ്റില്ല എന്നല്ല, നമുക്ക് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട്. തിരിച്ച് യാത്ര എങ്ങനെയായിരുന്നു അബ്ദുലിനോടൊപ്പം യാത്ര? അബ്ദുൽ എന്ന് പറയുമ്പോൾ ഞാൻ അബ്ദുലിനെ വിളിച്ചിട്ട് രാവിലെ 6 മണിക്ക് വരാമോ എന്ന് ചോദിച്ചു. കാരണം എൻ്റെ 2 ടിക്കറ്റ് ഉണ്ട്. 7:45 UC റെയിൽവേ സ്റ്റേഷനിലുള്ള ട്രെയിൻ ടിക്കറ്റും 8 മണിക്ക് പ്രയാഗ് സ്റ്റേഷനിലുള്ള ബസ് ടിക്കറ്റും. അപ്പോൾ ഈ രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്യില്ല. കാരണം ഇനി എന്തെങ്കിലും പറ്റിക്കാൻ മറ്റേടക്കാൻ രാവിലെ 6 മണിക്ക് പുറപ്പെടും. 6 മണിക്ക് പുറപ്പെട്ട് ഒരു 7 മണിയൊക്കെ 6:45 അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അബ്ദുൽ എന്നെ അവിടെ വിട്ടിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പോയി. ഒരു 8 കിലോമീറ്റർ എന്നെ വന്ന് ആക്കിയിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് കയറാൻ ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ടിക്കറ്റിനെ കണ്ട് അവിടെ ചെന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ 5 മണിക്കൂർ ട്രെയിൻ ഡിലേ ആണെന്ന് പറഞ്ഞു. ഒന്ന് ബ്രേക്ക് ചെയ്ത് അബ്ദുൽ എന്താണ് ശരിക്കും ഈ മഹാകുംഭമേളയെ കുറിച്ച് പുള്ളി പറഞ്ഞത്? എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. അതായത് ഞാൻ അബ്ദുലിനെ ആദ്യം കാണുമ്പോൾ അബ്ദുൽ എന്നെ നേതൃമുമ്പിൽ കൊണ്ടുവിടുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ പുറകെ ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തു. അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ പോയിന്റ് വരാണെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് മുമ്പോട്ട് പോയി. പിന്നെ ഞാൻ വിളിക്കുന്നത് തലേദിവസം രാത്രി എനിക്കിങ്ങനെ പോകണമെന്ന് പറയാനാണ്. അപ്പോഴും പിന്നെ സംസാരത്തിനുള്ള വലിയ വക വരുന്നില്ല. അപ്പം ഞാൻ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ ബസ് കയറ്റി വിട്ടിട്ടേ പോകത്തു, അല്ലെങ്കിൽ ഞാൻ വാരണാസി കൊണ്ടാക്കിയിട്ടേ പോയി. അപ്പം അപ്പോൾ ട്രെയിൻ 5 മണിക്കൂർ ഡിലേ. ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു. അപ്പോൾ ഞാൻ പകുതി ദൂരം എന്നാലും കുഴപ്പമില്ല, ഞാൻ തിരിച്ചു വരാം. തിരിച്ചു വന്ന് ബൈക്കിൽ കയറി ഞാൻ നേരെ തിരിച്ച് പ്രയാഗിൽ, പിന്നെ ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് പ്രയാഗ് സിവിൽ ലൈൻസ് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്നപ്പോൾ ബസ് ഇവിടെ നിന്നല്ല വിടുന്നത്, ജൂസി ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. തിരിച്ച് 7 കിലോമീറ്റർ. അപ്പോൾ 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ എടുക്കും, കാര്യം അന്നത്തെ റഷ്. അപ്പോൾ പിന്നെയും തിരിച്ച് ജൂസിയിലോട്ട് പോകുന്നു. ജൂസിയിൽ പോകുമ്പോൾ അങ്ങനെ ബസ് അവിടെ ഇല്ല. അന്വേഷിച്ചിട്ട് ആരും അവസാനം മനസ്സിലാക്കിയത് ആ ബസ് ക്യാൻസലായി എന്നാണ്. അപ്പോൾ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത്. പിന്നെ ഒരു ലോക്കൽ ബസ് അബ്ദുലിന്റെ കൂടെ സഹായത്താൽ അവൾ അന്വേഷിച്ച് കണ്ട് ആ ബസ്സിൽ കയറിയാണ് പോകുന്നത്. അങ്ങനെ പ്രയാഗിനെ അബ്ദുലിന്റെ കൂടെ 3 പ്രാവശ്യം ചുറ്റാനുള്ള വലം വയ്ക്കാനുള്ള ഭാഗ്യമാണോ നിമിത്തമാണോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ എത്താൻ കുറച്ച് ഡിലേ. പക്ഷെ അന്ന് ആ TT പറഞ്ഞ അനുസരിച്ച് ആ ട്രെയിനിൽ കാണാത്ത ഒരു കണക്കിന് ഭാഗ്യം. രാത്രി വൈകുന്നേരം 5 മണിക്കാണ് ആ ട്രെയിൻ എത്തുന്നത്. 10 മണിക്ക് എത്തേണ്ട ട്രെയിൻ 5 മണിക്കൂർ യഥാർത്ഥത്തിൽ ഡിലേ ആയിരുന്നു. അങ്ങനെ എല്ലാം നിമിത്തങ്ങൾ എന്ന് മാത്രം പറയാം. അപ്പം ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇതെല്ലാം കളഞ്ഞു വെച്ച് ഒരു വെളിപ്പുറത്ത്
കൊണ്ട് എത്തിക്കാനുള്ള സൗമനസ്യം കാണിച്ചതിന് വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടുന്നു. ഭാരതത്തിന്റെ ഒരു പ്രത്യേകത സ്ഥാനം എന്താ തോന്നിയത് അവിടെ ചെന്നപ്പോൾ? ശരിക്കും നമ്മുടെ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു മനസ്സിന്റെ ശുദ്ധീകരണം, മനസ്സിന്റെ പ്യൂരിഫിക്കേഷൻ, അതൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ശരിക്കും അങ്ങനത്തെ ഒരു ഒരു തന്നെയായിരുന്നു, ഉത്സവം തന്നെയായിരുന്നു അത്. അങ്ങനെ സാധനം എന്താണ് അനുഭവം തോന്നിയത്? അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളാകാം. ദൈവത്തിൽ വിശ്വസിക്കണമെന്നില്ല, വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. ഗംഗ മാതാവായിട്ട് കാണാം, നദിയായിട്ട് കാണാം, മാലിന്യം നിറഞ്ഞ ഒരു കൂമ്പാരമായിട്ട് കാണാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആരെ വേണമെങ്കിലും കാണാൻ സ്വാതന്ത്ര്യം തരുന്ന ഒരു വീക്ഷണമാണ്. ഇപ്പോൾ ഞാൻ ഗംഗാ നദി നോക്കിയിട്ട് ഇതൊരു നദിയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ളതോ വിദേശത്തുള്ളതോ ഏതൊരു നദിയും പോലെ ഒരു നദി. ഇതിനെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആരും ഒന്നും പറയില്ല. അല്ല, ഇത് ഗംഗാ മായാണ്, നമുക്കൊക്കെ ജീവിതം തരുന്ന ഗംഗാ നദി ഒരു മാതാവ് തന്നെയാണ് എന്ന് വിചാരിച്ചാൽ അതിന് വന്നിട്ട് ശരിയുണ്ട്. ഈ നദി മുഴുവൻ മാലിന്യം നിറഞ്ഞതാണ്, ഈക്കോളെ നിറഞ്ഞ. ഇതിന്റെ വെള്ളത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ചൊറി പിടിക്കും, വയറിളക്കം വരും എന്ന് വിശ്വസിക്കുന്നവർക്കും അതും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും അവരെ കല്ലെറിയുന്നില്ല. ഗംഗാ നദി മാലിന്യം നിറഞ്ഞതാണ്, ഈക്കോളെ നിറഞ്ഞതാണ്, വെള്ളത്തിൽ ഇറങ്ങിയാൽ ചൊറി വരും എന്ന് പറയുന്ന നാട്ടുകാരും ഡോക്ടർമാരും എല്ലാം ഉള്ളൊരു സമൂഹമാണ്. അതും ആരും കുറ്റപ്പെടുത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ഷണം. പക്ഷെ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ വന്നത്, എന്തുകൊണ്ട് ഈ നദി മലിനമായി? തന്നെത്താൻ ഉണ്ടായ മാലിന്യമല്ല, ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന മാലിന്യമല്ല, മനുഷ്യനായിട്ട് കൊണ്ടിടുന്ന മാലിന്യമാണ്. നമ്മളാൽ കൊണ്ടിട്ട മാലിന്യത്തിനെ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തുകയും എന്നിട്ട് ഇത് ചെയ്ത് അതെനിക്ക് ശരിയായ നടപടിയായിട്ട് തോന്നിയില്ല. അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ബാധ്യത നമുക്കും കൂടെ ഉണ്ട്. ക്ലീൻ ഗംഗാ പ്രൊജക്ട് ഉണ്ട്. ഒരു 5 രൂപയെങ്കിൽ 5 രൂപ എന്നൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ആ ഒരു 5 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഗംഗാ നദി മാലിന്യം എന്ന് പറഞ്ഞതെങ്കിൽ സമ്മതിക്കാം. പക്ഷെ കളിയാക്കാൻ വേണ്ടി ഉള്ള ഒരു കളിയാക്കൽ, അത് പലപ്പോഴും ചെറുക്കെങ്കിലും മനസ്സിൽ വിഷം ഉണ്ടാക്കുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യം. പിന്നെ ഈ ചോദിച്ചാൽ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി തന്നെയാണ് ഞാൻ വായിച്ചിട്ടുള്ള ഭഗവത്ഗീതയിലും വേദങ്ങളിലും എല്ലാം. ഇപ്പം നമ്മുടെ ബൈബിളും എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾക്കുണ്ട്. ചിലര് പാസ്റ്റേഴ്സാണ്. അവരുമായിട്ട് ബാബു പോൾ സാറുമായിട്ടും SN നായിട്ടിൻ്റെ ഫോറത്തിൽ സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് കുറച്ചധികം ആത്മീയത സംസാരം. എല്ലാത്തിൻ്റെയും തത്വങ്ങൾ ഒരുവിധം എല്ലാം സെയിം തന്നെയാണ്. അപ്പം നമ്മളിൽ ദൈവത്തിൻ്റെ ഘടകം ഉണ്ടെന്നുള്ളതും അതുമെല്ലാം മനസ്സിലാക്കി. പണ്ട് എല്ലാവരും പറയുന്നൊരു ഇതാണ്, കടലിലോട്ട് ചെന്നപ്പോൾ നദി വിചാരിച്ചു ഞാൻ ഇനി ഒന്നും അല്ലാതാവുമല്ലോ എന്ന് വിചാരിച്ചു എന്നും പറഞ്ഞ് ഒഴുകി കടലിൽ ചെന്നപ്പോൾ നദി തന്നെ മനസ്സിലാക്കി ഞാനിനി നദിയല്ല, ഞാൻ തന്നെയാണ് ഈ സമുദ്രം എന്ന് പറയുന്നതാണ് ലോകസത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ പേടിക്കുന്ന പല കാര്യങ്ങളും അത് നമ്മൾ തന്നെയാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള വേദങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഈ വാരണാസിയിലെ ഘാട്ടുകൾ വളരെ ലോകപ്രസിദ്ധമാണ്. ആ ഘാട്ടുകളെ കുറിച്ച് ഒന്ന് പറയാമോ സാർ? ഒരു നീണ്ട നിര, ഒരു ലൈനിലായിട്ടാണ് ഘാട്ടുകൾ ഉള്ളത്. ഒരറ്റത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഘാട്ട് അസി ഘാട്ട് എന്ന് പറയുന്നു, മറ്റേ അറ്റത്ത് മണികർണക ഘാട്ട് എന്ന് പറയുന്നു. അപ്പം ഒരറ്റത്ത് നിന്ന് മറ്ററ്റം വരെ രാവിലെയും വൈകുന്നേരവും നടക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അസി ഘാട്ടിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്. പിന്നെ കേദാർ ഘാട്ടിലാണ് നമ്മൾ ബലിയിടുന്ന ഏറ്റവും അനുയോജ്യമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഹരിശ്ചന്ദ്ര ഘാട്ടിലും മണികർണിക ഘാട്ടിലുമാണ് മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നത്. ഹരിശ്ചന്ദ്ര മഹാരാജന്റെ കഥകൾ മിക്കവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹരിശ്ചന്ദ്ര ഘാട്ടിലും മണികർണിക ഘാട്ടിലും ഞാൻ നിൽക്കുമ്പോൾ തന്നെ അനേകം ശവശരീരങ്ങൾ കത്തിച്ച്, അപ്പോൾ അവിടെ നിന്ന് എൻ്റെ മനസ്സിലോട്ട് ആഴ്ന്നിറങ്ങിയ ഒരു സംഭവം, ഞാൻ ഒരു ടൂറിസ്റ്റായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ കാഴ്ച ഉൾക്കൊള്ളാൻ നിൽക്കുന്നു. ചിരിച്ചോണ്ട് പലരും മൃതദേഹത്തിൽ മുമ്പിൽ സെൽഫി എടുക്കുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾ കണ്ണീരോടുകൂടി അവരുടെ ബന്ധുക്കളെ യാത്ര അയക്കണം. അപ്പം ജീവിതത്തിൽ 2 എക്സ്ട്രീംസ്. ഒരറ്റത്ത് നിന്ന് ശവശരീരത്തിൻ്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ടൂറിസ്റ്റും, മറ്റേ സൈഡിൽ സ്വന്തം അച്ഛനെയോ അമ്മയോ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ബലി നടത്തുന്ന ഒരു വ്യക്തിയും. അതിൻ്റെ രണ്ടിൻ്റെയും ജീവിതത്തിൽ 2 ഓപ്പോസിറ്റ് പോൾസ്
നമുക്ക് കാണാനും നമ്മളൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനും, ആരൊക്കെയോ പറഞ്ഞ പോലെ ശ്വാസം നിറച്ചു കഴിഞ്ഞാൽ വെറും ചീഞ്ഞളിഞ്ഞ് പഴമാകുന്ന ഒരു ശരീരമാണ് നമ്മളെല്ലാവരും. അത് ഇതിനേക്കാളും നല്ലവണ്ണം നമുക്ക് മണികർണിക ഘാട്ടിലോ ഹരിശ്ചന്ദ്ര ഘാട്ടിലോ നിൽക്കുന്നതിനേക്കാളും നമ്മൾ വെറും ഒരു ശ്വാസം നിന്നാൽ വെറും ഒരു ജീവച്ഛവമാവുന്ന ഒരു ഒരു ബോഡിയാണെന്നുള്ള മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് കേദാർ ഘാട്ടിൽ ബലിയിട്ടത്, അത് വളരെ മനസ്സിൽ ആഴ്ന്നു ചെല്ലുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ അവിടെ വർക്കല ശിവഗിരിയിൽ ഒരുപാട് പ്രാവശ്യം ബലിയിട്ടിട്ടുണ്ട്, അച്ഛന് ഒക്കെ ഓർമ്മയിൽ. വ്യത്യസ്തമായി തോന്നിയത് ഓൾമോസ്റ്റ് 2 മണിക്കൂറായിരുന്നു ബലി. അപ്പം ഞാൻ ചെന്നപ്പോൾ പൂജാരി കുറച്ചധികം പേര് ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ ചോദിച്ചു ഏത് ഭാഷ അറിയാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ്, ബാക്കി എല്ലാവരും തെലുങ്കരാണ്. അപ്പോൾ തെലുങ്കിൽ ആണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പം എനിക്ക് തെലുങ്ക് അറിയില്ല, പക്ഷേ ഹിന്ദി ആണെങ്കിലോ തമിഴാണെങ്കിലോ മനസ്സിലാകും. കാര്യം ചെയ്യുക, ഇരിക്കുക, ഇടയ്ക്ക് അത്യാവശ്യ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് അവിടെ ഞാൻ ഇരുന്നപ്പോൾ ദൈവാനുഗ്രഹം എപ്പോഴും കൂടുന്നത് തൊട്ടരുതിരുന്നത് തെലുങ്കുവിലുള്ള ഒരാളായിരുന്നു, ആന്ധ്രയിൽ നിന്ന്. നമ്മുടെ തിരുവനന്തപുരത്ത് സേവനം മിലിറ്ററി ക്യാമ്പിൽ സേവനം അനുഷ്ഠിച്ചുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ ആശുപത്രിയിൽ അദ്ദേഹത്തിന് അറിയാം, കാരണം ഞാൻ TCHS ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എടുത്തപ്പോൾ എല്ലാം എനിക്ക് തർജ്ജമ ചെയ്തു തന്നു. അപ്പോൾ നമുക്ക് ബലിയിടാൻ, നമുക്ക് ആരുടെയൊക്കെ പേരിൽ ബലിയിടാമെന്നാണ് ആദ്യം പറഞ്ഞു തരുന്നത്. അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അമ്മയുടെയും കൂടുതൽ നമ്മുടെ സഹോദര തുല്യരായിട്ടുള്ള ആളുകൾ, ഭാര്യ, ഭാര്യയുടെ അച്ഛൻ, അമ്മ, അങ്ങനെയാണ് അതിന് കൂടുതൽ. അപ്പം എൻ്റെ സൈഡിലുള്ള അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അപ്പൂപ്പൻ, എൻ്റെ അമ്മയുടെ അമ്മയായ എൻ്റെ അമ്മൂമ്മ, പിന്നെ അമ്മയുടെ സഹോദരങ്ങൾ, അച്ഛൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹോദരത്തുള്ളായിട്ടുള്ളവർ. ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് അവർ പറഞ്ഞൊരു വാക്കാണ്, ഇനി ഗുരുക്കന്മാരെ ആലോചിക്കുന്നു. അപ്പോൾ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാർ, സ്കൂൾ തലത്തിലുള്ള നമ്മളെ കൈപിടിച്ച് നടത്തിയിട്ടുള്ള ഗുരുക്കന്മാർ, അതൊക്കെ അവരൊക്കെ ഓരോരുത്തരായിട്ട് ഈ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഈ 2 മണിക്കൂറിൽ ഓരോരോ ആളുകൾ നമ്മളിങ്ങനെ മനസ്സിലൂടെ നമ്മൾ ആവാഹിച്ചെടുത്ത് പോവുകയാണ്. അപ്പം അത് ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ആക്ച്വലി എൻ്റെ സൈഡിൽ ഇരുന്ന അദ്ദേഹത്തിൻ്റെ മകൾ വീഡിയോ പകർത്തിയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളുണ്ട്. പക്ഷെ അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം വളരെ പേഴ്സണലായിട്ടുള്ള മനസ്സിൽ കൂടെ അച്ഛൻ, അമ്മൂമ്മ, എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു ഇമേജ് ഇങ്ങനെ അങ്ങ് 2 മണിക്കൂറായിട്ട് ഇങ്ങനെ കണ്ണിൽ കണ്ണീരായിട്ടും വികാരമായിട്ട് അങ്ങ് വളരെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അച്ഛൻ പോകാനുള്ള നിർഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും നമ്മൾ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ബലിയിടാൻ പാടില്ല. അതൊരു വലിയൊരു നിർഭാഗ്യം തന്നെയാണ് അച്ഛനില്ലാത്ത അവസ്ഥ എന്ന്. പക്ഷേ ആ ഒരു ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബലിയിടുന്നൊരു പ്രക്രിയ വാരണാസിയിൽ അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 4 ചുറ്റും ശവശരീരങ്ങൾ കത്തി ജ്വലിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലിരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ടൂറിസ്റ്റ് ആംഗിളിൽ നോക്കാം, ആത്മീയതലത്തിൽ എങ്ങനെ നോക്കിയാലും ആ ഒരു അനുഭവം തന്നെയാണ്. അതിൻ്റെ നടക്കിരുന്ന ബലിയിടാനായിട്ടും എൻ്റെ പൂർവികരെയും കൂട്ടുകാരെയും ഗുരുക്കന്മാരെയൊക്കെ സ്മരിക്കാൻ കിട്ടിയ ഒരു അത്യപൂർവ ഭാഗ്യമായിട്ടാണ് ആ ഒരു നിമിഷത്തെ ഞാൻ കാണുന്നത്. സർ, യാത്ര, സാർ തനിച്ചായിരുന്നു യാത്ര. അപ്പോൾ യാത്രകൾ ധാരാളം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ആളുകൾ. അപ്പോൾ തനിച്ചിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പ്രധാനം ഡോക്ടർ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ആരോഗ്യം തന്നെയാണ്. കാര്യം കാലിൽ ചെറിയൊരു മുള്ളു കൊണ്ടാൽ മതി, ഒറ്റയ്ക്കുള്ള 5-10 കിലോമീറ്റർ യാത്ര നമുക്ക് നടക്കാനൊക്കില്ല. കാലൊന്ന് കുടിക്കാൻ മതി, നടത്താൻ പോയിട്ട് ഒരു തീർത്ഥാടനവും നടക്കില്ല. ഒന്ന്, നമ്മൾ താഴ്ന്നു തുടങ്ങുകയാണെങ്കിൽ നല്ല ഷൂസ്, സോക്സ്. കാര്യം പലപ്പോഴും തണുപ്പുണ്ട്, രാവിലെ ചൂടും വൈകുന്നേരം തണുപ്പുമാണ്. നല്ല നടക്കാൻ പറ്റിയ ഷൂസ്, കാലിൽ നല്ല പൊട്ടി. ഞാൻ സാധാരണ ചെരുപ്പ് ഇടാറുണ്ട് യാത്ര പോകുമ്പോൾ ഒരു ഫ്രീഡത്തിന്. പക്ഷേ ഇത് ചെരുപ്പില്ലാതെ നമ്മൾ ഒരു ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യാൻ പാടില്ല. പിന്നെ തറയിൽ നോക്കി നടക്കണം. ഒറ്റയ്ക്കുള്ള യാത്രയിൽ പല ആലോചനയും, മനസ്സ് പല കാര്യങ്ങളെ പറ്റി ആലോചിക്കുക, എല്ലാം ശ്രദ്ധയുള്ള നടക്കാൻ പറ്റിയ ഒരു അവസരമല്ല ഒറ്റയ്ക്കുള്ള യാത്ര. തറയിൽ നോക്കി നടക്കുക. തറയിൽ മുള്ളോ സ്റ്റെപ്പോ എന്തെങ്കിലും മിസ് ചെയ്ത് കഴിഞ്ഞാൽ, കാലൊടുക്കി കഴിഞ്ഞാൽ പ്രയാസമാണ്. അത് ഫസ്റ്റ് പോയിന്റ്.
രണ്ടാമത് നമ്മൾ ആഹാരം, കഴിവതും ചൂടുള്ള ആഹാരം, ശുദ്ധമായ വെള്ളം കുടിക്കുക. ഒന്നിൽ വെള്ളം നമ്മുടെ കൂടെ കൊണ്ടുപോയി, വെള്ളം ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയില്ല. കാരണം ഒരു കുപ്പി വെള്ളം എന്ന് പറയുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ വെയിറ്റാണ്. ഈ 1 കിലോ വെയിറ്റും കൂടെ ഞാൻ താങ്ങണം. എൻ്റെ ബാഗ് ഓൾറെഡി ഉടുപ്പ്, എക്യുപ്മെന്റ്, മെഡിസിന് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ഒരു 7 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു കുപ്പി വെള്ളം കൂടെ ആകുമ്പോൾ പിന്നെയും 1 കിലോ കൂടുകയാണ്. അപ്പൊ എൻ്റെ മനസ്സുണ്ടായിരുന്ന തീരുമാനം, എവിടെ വെച്ച് ശുദ്ധവെള്ളം കിട്ടാൻ സാധ്യത അവിടെ വെച്ച് ഒരു കുപ്പി വാങ്ങിക്കുക, ആ കുപ്പി കുടിച്ച് തീർക്കുക. അതായത് ഞാൻ 1 ലിറ്റർ കുപ്പി വാങ്ങിക്കുന്നു, അത് പതുക്കെ പതുക്കെയെങ്കിലും ആ കുപ്പി തീർത്ത് ആ കുപ്പി വേസ്റ്റ് കളയുന്ന സ്ഥലത്ത് കളഞ്ഞ് 2 കുപ്പി ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കുന്നു. അതായിരുന്നു വെള്ളത്തിനെ പറ്റിയുള്ള തീരുമാനം. ആഹാരത്തിനെ പറ്റി തീരുമാനിച്ചത് ഒന്നിൽ പാക്ഡ് ഫുഡ്, അതായത് ബിസ്ക്കറ്റ്, ഇപ്പം പാലയുടെയൊക്കെ ചെറിയ പാക്കറ്റ് കിട്ടും, അത് 10 രൂപയ്ക്ക് ചെറിയൊരു പാക്കറ്റ്, ഒരു സമയത്തേക്കുള്ള വിശപ്പ് തീർക്കാനുള്ള ഒരു ചായ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള വിശപ്പ് തീരും. പിന്നെ അത് കൊണ്ടു നടക്കേണ്ട പ്രിസർവ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ചായ, ചെറിയ പാക്കറ്റ് പാലയുടെ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ ഇപ്പം അമുലിൻ്റെ കൗണ്ടർ കാണുമ്പോൾ അവിടെ നിന്ന് കട്ടിത്തൈരിൻ്റെ ഒരു പാക്കറ്റ്, അതും ചീത്തയാകാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഉള്ളത് ഈ ചൂടായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്ന പാവ് ബജി, എണ്ണയിട്ട് തിളപ്പിച്ചെടുക്കുന്ന, അത് ചൂടോടുകൂടി കഴിക്കുക. കഴിവതും കൈവച്ച് ഉണ്ടാക്കുന്ന ആളും നമ്മളും ഇടക്കാതിരിക്കാൻ ശ്രമിക്കുക. സാനിറ്റൈസേഴ്സ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കൈ ശുദ്ധിയാക്കാനുള്ള സാനിറ്റൈസേഴ്സ് കൂടി കൊണ്ടുപോയിട്ടാണ്. പിന്നെ പനീർ പോലത്തുള്ള ആഹാരങ്ങൾ, പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. മയനൈസ് തൊടാതിരിക്കുക. കെച്ചപ്പ്, ടൊമാറ്റോ സോസ് അത് ഉപയോഗിക്കാതിരിക്കുക. ഒരിടത്തൊന്നും നാരങ്ങ വെള്ളമോ ഫ്രൂട്ട് ജ്യൂസോ വാങ്ങിച്ച് കുടിച്ചിട്ടില്ല. റോഡിലൊക്കെ കട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. മൊത്തത്തിലുള്ള ആപ്പിൾ, ഓറഞ്ച് അല്ലാതെ വേറെ കട്ട് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. കഴിവതും മനുഷ്യൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടുള്ളതായിട്ടുള്ള, തട്ടിയിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള അല്ല എങ്കിൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മുടെ പൈസയും നമ്മുടെ മൊബൈൽ ഫോണും സുരക്ഷിതമായി വെക്കുക. എത്ര സൂക്ഷിച്ചാൽ ചിലപ്പോൾ മോഷണം. അതുകൊണ്ട് സ്പെയർ 2-3 നടത്തായിട്ടെങ്കിൽ പൈസ മാറ്റി വെക്കണം. വളരെ നന്ദി സാർ. ഒരു യാത്ര പോയ അനുഭവമായിരുന്നു സാറിൻ്റെ പറച്ചിൽ. കുറേ കാര്യങ്ങളുണ്ട്. യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് സാറിൻ്റെ യാത്രയിൽ. വളരെ നന്ദിയുണ്ട് സാർ. താങ്ക് യു.